ഈസബിനും മറിയമ്മിനും അദ്ദേഹത്തിന്റെ മാതാവിനും അഭയം നൽകി. അപ്പൊ കുട്ടിക്കാലമല്ല സംഭവം. കാരണം ഈസബിനും മറിയമ്മിന്റെ അധീനതയിൽ മറിയമുള്ള സമയത്താണ്, ഈസബിനും മറിയമ്മിന്റെ സംരക്ഷണയിൽ മറിയമുള്ള സമയത്താണ് ഇവിടെ അഭയം നൽകിയത് എന്ന് വ്യക്തമാണ്. ഇനി അഭയം നൽകിയ സ്ഥലത്തിന്റെ പ്രത്യേകത, അത് ഒരു ഉയർന്ന പ്രദേശമാണ്, റബുവയാണെന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായി ഉയർന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് എവറസ്റ്റിനെയാണ്. എവറസ്റ്റിന്റെ താഴ്വരയിലാണ് ഈ കാശ്മീർ സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ ജനതയെ ചരിത്രപരമായി നാട് കടത്തപ്പെട്ടതും ഈ കാശ്മീർ പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാന്റെ കുറെ ഭാഗങ്ങളിലും ഇറാഖിന്റെ കുറെ ഭാഗങ്ങളിലും ഒക്കെയായിരുന്നു. ഈ കാണാതെ പോയ ആളുകളെ തേടിയാണ് യേശു പാലായനം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ജനതയെ അദ്ദേഹം കാശ്മീരിൽ വെച്ച് കണ്ടെത്തുന്നതും. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ സന്ദേശം കാണാതെ പോയ ആടുകളിലേക്ക് അദ്ദേഹം എത്തിക്കുകയും കാശ്മീരിൽ വെച്ച് അദ്ദേഹം വിജയശ്രീ ലാളിതനായി സ്വാഭാവികമായ രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു.